ഹലോ ആയിഷ. ഇപ്പം 2 ദിവസമായിട്ട് ആയിഷയാണ് ന്യൂസിൽ നിൽക്കുന്നത്. കാമുകൻ്റെ വീട്ടിൽ ആത്മഹത്യ ചെയ്ത പെൺകുട്ടി. ഇന്നലെ ഞാൻ അതുല്യയുടെ വീഡിയോ ചെയ്തായിരുന്നു. ആ സമയത്ത് ഞാനിത് കണ്ടതാണ്. പക്ഷേ സെയിം ആവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ എന്ത് പറയണമെന്ന് എനിക്കറിയത്തില്ല. അതുകൊണ്ടാണ് ഞാനത് വിട്ടത്. കാരണം എന്തെങ്കിലുമൊക്കെ പ്രശ്നം വരുമ്പോൾ അല്ലെങ്കിൽ ഒട്ടും താങ്ങാതെ ഒരവസ്ഥ വരുമ്പോൾ പെൺകുട്ടികൾ ആദ്യം തിരഞ്ഞെടുക്കുന്ന വഴി എന്നത് ആത്മഹത്യയാണ്. ആത്മഹത്യ ചെയ്താൽ എല്ലാം തീർന്നു എന്നാണ് അവർ ധരിച്ചു വച്ചിരിക്കുന്നത്. ആൺകുട്ടികളാണെങ്കിലും സെയിം ഒക്കെയാണ്. ഞാൻ കണ്ടിട്ടുണ്ട്. ഇതിൻ്റെ മുമ്പ് കല്യാണം കഴിഞ്ഞിട്ട് ഒരു ആൺകുട്ടിയാണ്, കുറച്ച് വർഷം മുമ്പാണെന്ന് തോന്നുന്നു, കല്യാണം കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഈ ഭാര്യയായിട്ട് പ്രശ്നങ്ങളുണ്ടായി, താലി വലിച്ച് പൊട്ടിച്ച് കളഞ്ഞ് അവൾ ഇറങ്ങിപ്പോവുകയോ എന്തോ ഒരു ഇതിൽ ചെയ്തപ്പോൾ ആ ചെറുക്കൻ ആത്മഹത്യ ചെയ്തു. കാരണം ഇതെങ്ങനെ ഡെയിലി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഇപ്പോൾ എന്ത് പറയാനാണെന്ന് എനിക്കറിയത്തില്ല. നമ്മൾ നമ്മുടെ ഒരു ഒപ്പീനിയൻ പറഞ്ഞു പോകുന്നത് അത് ഈസിയാണ്, ഒപ്പീനിയൻ പറഞ്ഞു പോവാം എന്നുള്ളത്. പക്ഷേ അവരുടെ മനസ്സിൽ എന്താണ് തോന്നുന്നത്, അല്ലെങ്കിൽ അവരുടെ മനസ്സിൽ എന്താണ് ഇരിക്കുന്നത്, അല്ലെങ്കിൽ ഇനിയും ഇതുപോലെ ഓരോ പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്ന, കല്യാണം കഴിഞ്ഞിട്ട് ഫേസ് ചെയ്യുന്ന കുട്ടികൾ കാണും. അവരും എന്താണ് ഫേസ് ചെയ്യുന്നത് എന്നുള്ളത് എനിക്കറിയാൻ പറ്റത്തില്ല. പക്ഷേ ഒരിക്കലും ആത്മഹത്യ എന്ന് പറയുന്നൊരു വഴി തിരഞ്ഞെടുക്കരുത്. നിങ്ങൾ വിചാരിക്കും ആത്മഹത്യ ചെയ്തു എല്ലാം കഴിഞ്ഞു. നിങ്ങളുടെ എല്ലാം കഴിഞ്ഞ് കാണുമായിരിക്കും. പക്ഷേ നിങ്ങൾക്കൊരു ഫാമിലി ഉണ്ട്, അച്ഛൻ, അമ്മ, സഹോദരങ്ങൾ, അങ്ങനൊരു ഫാമിലി ഉണ്ട്. അവർക്കത് താങ്ങാവുന്നതിനും അപ്പുറമായിരിക്കും. അവരുടെ മരണം വരെ ഈ ഒരു വിഷയം അവരെ ഇങ്ങനെ വേട്ടയാടിക്കൊണ്ടിരിക്കും. പിന്നെയുള്ളത് രക്ഷിതാക്കളോടുള്ള കാര്യം. ഞാൻ മുമ്പും പറഞ്ഞിട്ടുള്ളതാണ്. ഈ കല്യാണം കഴിഞ്ഞ പെൺകുട്ടികൾ എനിക്കിവിടെ പറ്റുന്നില്ല എന്ന് പറയുമ്പോൾ നാട്ടുകാരെന്ത് പറയും, വീട്ടുകാരെന്ത് പറയും എന്ന് പറഞ്ഞിട്ട് മോളെ നീ അവിടെ പിടിച്ച് നിൽക്കുമെന്ന് പറയരുത്. അവർക്കൊരു സിറ്റുവേഷൻ പറ്റുമെന്ന് പറയുമ്പോൾ വിളിച്ച് വീട്ടിൽ കൊണ്ടിരുത്തുക. നാട്ടുകാരല്ല ചിലവിന് കൊടുക്കുന്നത്, നിങ്ങൾ വീട്ടുകാരാണ്. നാട്ടുകാർ പലതും പറയും. അവർക്ക് വേറൊരു ഇഷ്യൂ കിട്ടുമ്പോൾ അവർ അതിൻ്റെ പുറകെ പോവുകയും ചെയ്യും. അതാണ് നാട്ടുകാർ. കുടുംബക്കാരായാലും അങ്ങനെയാണ്. നാട്ടുകാരും കുടുംബക്കാരും അങ്ങനെയുള്ള ആൾക്കാരാണ്. മനസ്സിലായോ? ഇനി ആയിഷ, ഈ കുട്ടി മംഗലാപുരത്ത് പഠിക്കുന്നതാണ്. അവിടെ നിന്നാണ് കോഴിക്കോടുള്ള ഈ കാമുകൻ്റെ അയാൾ വാടകയ്ക്കെടുത്ത വീട്ടിലോട്ട് വരുന്നതും അവിടെ വെച്ച് ആത്മഹത്യ ചെയ്യുന്നതും. മരണത്തിന് എന്താ പറയാ, അവള് 24-ാം തീയതി ഇവിടെ എത്തിയിട്ടുണ്ടെന്നാ പറഞ്ഞത്. 24-ാം തീയതി എത്തിയിട്ടുണ്ടെങ്കിൽ എന്താ പറയാ, ഇപ്പൊ ഇവിടെ മരിച്ചിട്ടുണ്ടെങ്കിലും അവൾക്ക് മരിക്കാനായിട്ട് എന്താ പറയാ മംഗലാപുരത്ത് നിന്ന് ഇങ്ങോട്ട് വരേണ്ട ഒരു ആവശ്യമില്ലല്ലോ. അപ്പോ ഇതിന്റെ ബഷീറുദ്ദീൻ പറയുന്ന ആൾ തന്നെയാണ് ഇതിന്റെ പിന്നില്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവളെ ഫ്രണ്ടിനെ ഞാൻ വിളിച്ചപ്പോ ഫ്രണ്ട് പറഞ്ഞ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവന് അത്രയും അവളെ ഉപദ്രവിക്കലുണ്ട്, ചെരവെടുത്ത് അടിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ചെരവയൊക്കെ വെച്ച് അടിച്ചിട്ടുണ്ടെന്ന്? എന്തോ ആടെ, ഇവനൊക്കെ ഒരു മനുഷ്യനാണോ? ഒരു പെങ്കൊച്ചല്ലേ, അതിനെ ഇങ്ങനെയൊക്കെ ഉപദ്രവിക്കാൻ വേണ്ടിയിട്ട് ഇവൻ വല്ല ഡ്രഗ് അഡിക്റ്റോ അല്ലെങ്കിൽ അങ്ങനെ വല്ല തേങ്ങയാണോ എന്നൊന്ന് അന്വേഷിക്കുന്നത് നന്നായിരിക്കും. അതുപോലെയുള്ളവന്മാർക്ക് ഇമാതിരി ചില സ്വഭാവങ്ങളുണ്ട്. നമ്മുടെ സതീഷ്, അതുല്യയുടെ ഭർത്താവ്, ആ ചെറ്റ ഒരു കള്ളുകൂടിയനുണ്ടായിരുന്നല്ലോ, കള്ളും കുടിച്ച് വന്നിട്ട് മക്കളുടെ മുന്നിലിട്ടിട്ട് ഭാര്യയെ തല്ലുന്നൊരു നാറി. അതുപോലെ വല്ലതാണോ എന്ന് അന്വേഷിക്കുന്നത് നന്നായിരിക്കും. ഇപ്പം ചില ആൾക്കാർ വന്നിട്ട് പറയും അവൾ ആത്മഹത്യ ചെയ്തതിന് അവൻ എന്ത് പിഴച്ചു. ഒരാൾ ചുമ്മാ ഇരിക്കുന്ന ഒരാൾ പോയിട്ട് കെട്ടിത്തൂങ്ങി ചാവത്തില്ലല്ലോ. ചാവോ? എനിക്ക് തോന്നുന്നില്ല. ചുമ്മാ ഒരു കാര്യമില്ലാതെ ഒരാൾ പോയി ആത്മഹത്യ ചെയ്യത്തില്ല. അതിനുള്ള കാരണം, അത് ഇവൻ്റെ വീട്ടിൽ പോയിട്ടാണ് ആ കൊച്ചു ഇത് ചെയ്യണമെങ്കിൽ അതിനുള്ള കാരണം ഇവൻ തന്നെ ആയിരിക്കും, അല്ലേ? ഞാനിത് പറയുമ്പോൾ അവനെ സപ്പോർട്ട് ചെയ്തിട്ട് കുറേ ആൾക്കാർ വരും. ഒരു കാരണമില്ലാണ്ട് ഒരാൾ പോയിട്ട് ആത്മഹത്യ ചെയ്യത്തില്ല. അതിനൊരാൾ റീസണായിട്ടുണ്ടാവും. ആ റീസണാണ് ഇവൻ. സോ ആ കൊച്ചിൻ്റെ മരണത്തിന് ഉത്തരവാദി അവനാണ്. വേറൊരു ചാനലിൽ കേട്ടിട്ടുണ്ടായിരുന്നു ഈ പെങ്കൊച്ചിൻ്റെ ഫോട്ടോസ്, അതും മോർഫ് ചെയ്ത ഫോട്ടോസോ ന്യൂഡ് ഫോട്ടോസോ എന്തൊക്കെയോ ഈ നാറി എടുത്ത് വെച്ച് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു എന്നുള്ളത്. സോ അങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷനിൽ ആ കൊച്ചിന് തോന്നിക്കാണും ഇനിയും കാര്യം ഉണ്ടാവില്ല ജീവിച്ചിരുന്നിട്ട് എന്നുള്ളത്. ഇവൻ ഇങ്ങനെ പിറകെ നടന്ന് ഭീഷണിപ്പെടുത്തി വീട്ടുകാർക്കും കുടുംബക്കാർക്കൊക്കെ അയച്ചു കൊടുക്കുമ്പോൾ ഒബ്വിയസ്ലി ആൾക്കാർക്ക് അത് ഫെഡപ്പ് ആകും. അങ്ങനെയുള്ള ആൾക്കാർ ഈ എന്തുവാ പറയുക, ഈ മനസ്സിന് കട്ടയില്ലാത്ത ആൾക്കാരാണെന്നുള്ളത്, അവർ ഒബ്വിയസ്ലി ഈ ഒരു മാർഗമായിരിക്കും തിരഞ്ഞെടുക്കുന്നത്. അല്ലാണ്ട് നല്ല ബോൾഡ് ആയിട്ടുള്ള പെൺകുട്ടികളാണെങ്കിൽ
എല്ലാവർക്കും ഉള്ളതല്ലേ എനിക്കും ഉള്ളൂ, നീ പോയി കാണിക്കുക എന്നുള്ള മൈൻഡ് സെറ്റിൽ നിൽക്കും. ചില ആൾക്കാർ, മനസ്സിനൊട്ടും കട്ടിയില്ലാത്ത ആൾക്കാർ, അല്ലെങ്കിൽ വീട്ടുകാർ സപ്പോർട്ട് ചെയ്യാനില്ല എന്ന് തോന്നുന്ന ആൾക്കാർ തിരഞ്ഞെടുക്കുന്ന വഴിയാണിത്. പിന്നെ പറഞ്ഞല്ലോ, മാനസികമായിട്ടും ശാരീരികമായിട്ടും പീഡനം അനുഭവിച്ച് മടുത്തു കഴിയുമ്പം അവരും ഇതുപോലുള്ള വഴികൾ തിരഞ്ഞെടുക്കും. ഞാൻ ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നതല്ല കേട്ടോ, അങ്ങനെ വിചാരിക്കരുത്. ഞാൻ ഒരിക്കലും ആത്മഹത്യ എന്നൊരു കാര്യത്തെ ഞാൻ സപ്പോർട്ട് ചെയ്യുന്നില്ല. പക്ഷേ ചില മെൻറ്റാലിറ്റി അല്ലെങ്കിൽ ചില ആൾക്കാരുടെ മാനസികാവസ്ഥ കൊണ്ട് പറ്റിപ്പോകുന്നതാണ്. ശരി, എന്നാൽ കൂടുതലൊന്നും പറയാനില്ല എനിക്ക്. കാരണം ഈ ഒരു വിഷയത്തെക്കുറിച്ച് ഞാൻ ഒരുപാട് സംസാരിച്ച് എനിക്ക് തന്നെ മടുത്തുപോയി. അതുകൊണ്ട് ടാറ്റാ.